സൈഡിൽ വരുന്ന അഡ്ഹസീവ് ഗമ്മ് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്താണ് ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ടൈല് കട്ട് ചെയ്യുന്ന ടൂളാണ്. ഇത് 6x4 ടൈൽസ്, ഇതിന് പറയുന്നത് മാനുവൽ കട്ടർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കണ്ടിക്കാൻ കഴിയും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ്. ഇവിടെ ഒരു ഫ്ലോർ വരിപ്പ് തുടങ്ങി. ഇപ്പം ഗമ്മ് നോച്ച് ട്രോവൽ വരിച്ച് നല്ല രീതിയിൽ വൺ സൈഡിലോട്ട് നമ്മൾ ട്രോവൽ വരിച്ചിട്ടേക്കുക. ഗമ്മ് അത് 10 mm തിക്നെസ്സിലാണ് നമ്മൾ ട്രോവൽ ചെയ്തേക്കുന്നത്. സെയിം തിക്നെസ്സിൽ തന്നെ നമ്മൾ ടൈൽസിലും ഗമ്മ് ആഡ് ചെയ്യണം, കാണിക്കണം. ടൈൽസിനകത്തും 10 mm തിക്നെസ് തന്നെയാണ് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഭാവിയിൽ ഷേക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കോൺക്രീറ്റിന് ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഷേക്ക് ഉണ്ടാകുമ്പോഴാണ്, അതായത് ചൂട് സമയത്ത് കോൺക്രീറ്റിനകത്തുണ്ടാകുന്ന വേരിയേഷൻ എന്നാൽ ചെറിയ രീതിയിൽ 1 mm 2 mm തിക്നെസ്സിൽ കോൺക്രീറ്റ് ചൂടാകുമ്പം അത് ചുരുങ്ങി കൊടുക്കും. അപ്പോൾ ചുരുങ്ങി കൊടുക്കുമ്പോൾ ടൈൽസ് സിമെൻറ്റിൽ നിന്ന് വിട്ടുപോരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഗമ്മ് ഉപയോഗിക്കണം. അപ്പോൾ ഗമ്മ് ഉപയോഗിച്ചുള്ള ഗുണം വെച്ചാൽ തിക്നെസ് ഗമ്മിന് വേണം. നമ്മൾ 10 mm സ്നോച്ച് വലിച്ച് 2 സൈഡും 10 mm വലിക്കുകയാണെങ്കിൽ തിക്നെസ് 5 mm ആയിട്ട് മാറും. ഇത് വൈബ്രേറ്റ് ചെയ്ത് മെഷീൻ വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ ടൈൽസിനെ നല്ല രീതിയിൽ ഞെരുക്കുമ്പോൾ 10 mm സ്നോച്ചിനകത്ത് ഈ വരുന്ന ഗ്യാപ്പുകളെല്ലാം ഫില്ലാവും. 2 സൈഡിലും ടൈൽസിനകത്തും ഫ്ലോറയിലും 10 mm ചെയ്യുമ്പോൾ നമ്മൾ ടൈൽസ് ഞെരുങ്ങുന്ന സമയത്ത് ഗമ്മെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അത് 5 mm മാറും. അപ്പം നല്ല രീതിയിൽ നല്ല സ്ട്രെങ്തിൽ ടൈൽസ് ഗമ്മിൽ പിടിച്ചിരിക്കും. എയർ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിലിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ കോൺക്രീറ്റിന് ഷേക്ക് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക് റബ്ബർ കണ്ടൻറ്റും കൂടെ മിക്സ്ഡാണ് നമ്മുടെ ഗമ്മെന്ന് പറയുന്നത്. ഗമ്മ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. പ്ലാസ്റ്റിക് കണ്ടൻറ്റും റബ്ബർ കണ്ടൻറ്റും ചേരുന്നത് കൊണ്ട് കോൺക്രീറ്റിന് ഷേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഗമ്മ് റബ്ബർ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചാൽ ടൈൽസും ഗമ്മുമായിട്ടുള്ള പിടുത്തം വിടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ടൈൽസിൽ അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യണം. ഗ്യാപ്പുകളൊന്നും വരരുത്. ഗ്യാപ്പുകളൊന്നും വരാതെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ടൈൽസിനകത്ത് ഫില്ലാവണം. സൈഡുകളെല്ലാം ഗമ്മ് കൊണ്ട് ടൈറ്റ് ആകണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഫ്ലോറയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ. ടൈൽസ് ഫ്ലോറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിപ്പിട്ട് മുറുക്കിയതിന് ശേഷം നല്ല രീതിയിൽ വൈബ്രേറ്റർ അടിച്ചു കൊടുക്കണം.
അതിന് നല്ല രീതിയിൽ വൈബ്രേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സീറ്റിങ് ഫ്ലോറിനുണ്ടാവും. അതിനുശേഷം നമ്മൾ എത്ര സ്പേസറാണോ ഫ്ലോറിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓരോ വർക്കിനും അതിൻ്റെ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് വേറെ തന്നെ. ഭാവിയിൽ അത് ഗുണം ചെയ്യുകയും ചെയ്യും. സാധാരണ രീതിയിൽ സിമൻറ്റ് മണ്ണും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലോറിൽ വിരിച്ച് അതിൻ്റെ മേലെ അന്നേരം തന്നെ സിമൻറ്റ് ഗ്രൗട്ട് ഒഴിച്ച് ഫിക്സ് ചെയ്യുന്ന രീതി അത് മാറണം. അത് മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ടൈൽസ് വിരിക്കുന്ന സമയത്ത് സിമൻറ്റ് വെള്ളം ഒഴിച്ച് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കരണ്ടി വെച്ച് നമ്മളതിനെ കീറും. അങ്ങനെ കീറുന്ന സമയത്താണ് ഇതിനകത്ത് എയർ ഗ്യാപ്പ് ഉണ്ടാവും. ഇത് കീറുന്ന എന്തിനാണെന്ന് വെച്ചാൽ ടൈൽസ് നമുക്ക് നിരപ്പാക്കുന്ന സമയത്ത് കുറച്ച് സീറ്റിങ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ സംഭവം സീറ്റിങ് കിട്ടുകയും ചെയ്യും, ഇതിനുള്ളിൽ ഗ്യാപ്പ് വീഴുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പ് ഏറെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഏറ് നിന്നാൽ മാത്രം മതി. ആ ഏറ് അവിടെ നിന്ന് ചൂടാവുന്ന സമയത്ത് പ്രഷർ ചെലുത്തി ടൈൽസ് വിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല കോൺക്രീറ്റ് നമ്മളിവിടെ ചെയ്യുന്ന ഗൾഫിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് 5 mm തിക്നെസ്സിൽ പ്ലാസ്റ്റർ ചെയ്യുന്നത്. കാര്യം കോൺക്രീറ്റിന് വ്യതിചലിച്ചാലും ഇല്ല, പ്ലാസ്റ്റർ മണ്ണിൻ്റെ മുകളിലിരിക്കുന്ന കാരണം ചലിക്കില്ല. ഒരുപക്ഷെ ഏറ് നിന്നാലും അകത്ത് മണ്ണിനുള്ളിലാണ് ഏറ് നിൽക്കുന്നത്. അത് ചെറിയ രീതിയിൽ ഏതെങ്കിലും മൂലയിലൂടെ ഗ്യാപ്പ് വന്ന് അത് അതിലേക്കൂടെ ഔട്ട് സൈഡിലൂടെ പുറത്തു പോകും. ഇവിടെ സംഭവിക്കുന്നത് അങ്ങനല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മുടെ കോൺക്രീറ്റിൽ സിമൻറ്റ് ഗ്രൗട്ട് ഒഴിച്ച് പ്ലാസ്റ്റർ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ സ്ട്രെങ്ത് ഈ പ്ലാസ്റ്ററും സിമൻറ്റുമായിട്ട് കോൺക്രീറ്റുമായിട്ട് പിടിച്ചിരിക്കും. ആ സമയത്ത് ഷേക്ക് ഉണ്ടാകുന്നു. കോൺക്രീറ്റിന് ചെറിയ 2 മില്ലി അല്ലെങ്കിൽ 1 മില്ലിയിൽ ഷേക്ക് ഉണ്ടാകുന്ന സമയത്ത് ടൈൽസ് സിമൻറ്റ് ഗ്രൗട്ടുമായിട്ടുള്ള പിടുത്തം വിടും. അങ്ങനെയാണിത് കൂടുതലും ടൈൽസ് നല്ല ഉഗ്രൻ സ്ഫോടനത്തോടെ പൊങ്ങി നിൽക്കുന്നത്. അവിടെ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും നമ്മൾ ആ ടൈലിനെ ഇളക്കിയിട്ട് വീണ്ടും അടുത്ത പുതിയ ടൈലിടുക, നല്ലതുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം അതിന് പകരമാണ് നമ്മൾ ഗമ്മിനകത്ത് മിക്സ് ചെയ്ത് ഗമ്മ് ഫ്ലോറയിലും ചെയ്ത് സെയിം അതേ വർക്ക് തന്നെ ടൈൽസിനകത്തും അപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിങ് വരണം. ടൈൽസിലും അപ്ലൈ ചെയ്യണം, ഫ്ലോറയിലും അപ്ലൈ ചെയ്യണം. സെയിം തിക്നെസ്, മിനിമം ഒരു 5 mm തിക്നെസ് എങ്കിലും ഇത് വിരിച്ച് കഴിയുമ്പോൾ ഇതിനുള്ളിലുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കോൺക്രീറ്റിന് ചെറിയ വേരിയേഷൻ വന്നാലും ഈ ഗമ്മെന്ന് പറയുന്ന സാധനം പ്ലാസ്റ്റിക് കണ്ടൻറ്റ് വിത്ത് അതിൻ്റെ കൂടെ റബ്ബർ കണ്ടൻറ്റും കൂടെ മിക്സ്ഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ വേരിയേഷനൊക്കെ അത് അങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തങ്ങ് പോയിക്കോളും. അപ്പം ഈ ടൈൽസ് മാക്സിമം പിടിവിടാതെ അത് ഗമ്മ് സൂക്ഷിച്ചോളും. അതിനുവേണ്ടി ഗമ്മ് തന്നെ നമ്മൾ ഫ്ലോറയിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ മിനിമം തിക്നെസ്സിൽ തന്നെ നമ്മൾ ഒട്ടിക്കുന്നത്. ചിലർ ഒട്ടിക്കാറുണ്ട്. ചില മേശന്മാർ ടൈൽസിൻ്റെ മുകളിൽ ഗമ്മ് തേക്കുമ്പോൾ ചെറിയ കനത്തിൽ എന്ന് വെച്ചാൽ പുട്ടിയിടുന്നത് കണക്ക് ചെറിയ കനത്തിൽ ഗമ്മ് തേക്കാറുണ്ട്. അങ്ങനെ തേക്കുന്നത് കൊണ്ട് അങ്ങനെ തേച്ചിട്ട് സിമൻറ്റ് ഗ്രൗട്ട് ഒഴിച്ച് സിമൻറ്റ് ഗ്രൗട്ടിൻ്റെ മുകളിൽ ടൈൽസ് ഫിക്സ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് എന്തോ പ്രയോജനം ഉണ്ടോയെന്ന് അറിയില്ല. കാര്യം വെച്ചാൽ ഈ ഗമ്മെന്ന് പറയുന്ന സാധനം റബ്ബർ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് റബ്ബർ കണ്ടൻറ്റ് അത് അതിൻ്റെ ജോലി ചെയ്യണ്ടായി. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു മിനിമം തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ് കിട്ടാതെ അങ്ങനെ ഇതെൻ്റെ ജോലി ചെയ്യുന്നത്. നമ്മൾ ടൈൽസിനകത്ത് ഗമ്മ് തേച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തിക്നെസ് അതിന് വേണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഗമ്മിനകത്താണ് ടൈൽസ് ഒട്ടിച്ചത് എന്നിട്ട് ഇളകി പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിൻ്റെ യഥാർത്ഥ തിക്നെസ്സിൽ ഇയർ ഗ്യാപ്പ് ഇല്ലാതെ ടൈൽസ് അവിടെ ഞെരുങ്ങിയിരുന്നെങ്കിൽ മാത്രമേ ടൈൽസ് ഭാവിയിൽ പൊന്തി വരാതിരിക്കും. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക, വീട്ടുകാരാണ് ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോൺട്രാക്ടേഴ്സ് അവരെ ലാഭം നോക്കി അവരതിൻ്റെ രീതി ചെയ്യും. അപ്പം ടൈൽസ് വർക്കേഴ്സ് ആണെങ്കിലും അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. മാക്സിമം ടൈൽസ് കണ്ടല്ലേ, ഇത് മാക്സിമം ടൈൽസിൻ്റെ പുറത്ത് എഡ്ജുകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഗം അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശകലം പോലും നമ്മൾ ഗ്യാപ്പ് ഇടാറില്ല. ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഏറി നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ടൈൽസിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഇത് കൊണ്ടുവച്ച് മെഷീൻ അടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, വൈബ്രേറ്റർ. അല്ലാതെ ചുറ്റിൽ വെച്ച് അടിക്കുകയല്ല. പണ്ടൊക്കെ നല്ല ഇപ്പോഴും മിക്കയിടത്തും ചെയ്യാറുണ്ട്, ചുറ്റിൽ വെച്ച് കൊത്തി ഞെരിക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യാറില്ല, നമ്മൾ വൈബ്രേറ്റർ അടിച്ച് ചെയ്യണം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, അതിൻ്റെ രീതിയിൽ വർക്കുകൾ ചെയ്ത് കൊടുക്കുക.